In this session, we will solve a question where we have a hexagonal pyramid which has made some inclination with respect to HP and VP. Now let us look into the question and solve it. In the question it is stated that the hexagonal pyramid, the size is 30 into 60 and it is resting on one of its base edge on HP, and that particular edge makes an angle of 45 degree with VP, and interesting data that is given here is the triangular face containing the above edge makes an angle of 60 degree with HP. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്ക് സോൾവ് ചെയ്യത്തക്ക രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. റെസ്റ്റിംഗ് ഓൺ ആൻ എഡ്ജ് ഓൺ HP ആണ്. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ, അതായത് HP-യിൽ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. ദാറ്റ് മീൻസ് HP വേണം സ്റ്റാർട്ടിംഗ് പൊസിഷൻ വെക്കാനായിട്ട്. ഇനി ആ എഡ്ജ് 45 ഡിഗ്രി ടു VP, ദാറ്റ് മീൻസ് ഇത് ടോപ്പ് വ്യൂയിലാണ്. ട്രയാങ്കുലർ ഫേസ് കണ്ടെയ്നിങ് ദ എബോവ് എഡ്ജ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. സോ അത് ഫ്രണ്ട് വ്യൂയിലാണ്. സോ HP-യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് മോഡിഫിക്കേഷൻ ഫ്രണ്ട് വ്യൂയിലാണ്, സെക്കൻഡ് മോഡിഫിക്കേഷൻ ടോപ്പ് വ്യൂയിലാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ അസംഷൻ. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മൾ infer ചെയ്യാനുണ്ട്. I think this is the third question that we solved from this topic. So there are some more things we can infer from the observation that we have made from the previous questions. Okay, എന്തൊക്കെയാണ്? ഒന്ന്, ഈ ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്സിസ് ഇൻക്ലിനേഷനോ ഒരു എഡ്ജ് ഇൻക്ലിനേഷനോ ആയിരുന്നു. Now we are going to give an inclination to the triangular face. Okay, അപ്പോൾ ആ ട്രയാങ്കുലർ ഫേസ് എങ്ങനെയായിരിക്കും? നമുക്കൊരു സർഫസിനെ 2 dimensional പ്ലെയിൻ ഇൻക്ലൈൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ we have to obtain it as a line. അല്ലേ, നമ്മൾ ലൈൻസിനെയാണ് ഇൻക്ലൈൻ ചെയ്യിക്കാൻ പറ്റുമോ? നമുക്ക് ഡ്രോയിങ്ങിൽ അതേ പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഫണ്ടമെന്റൽ ഒബ്സർവേഷൻ എന്താണ്? ഇഫ് യു വാണ്ട് ടു മോഡിഫൈ എ പ്ലെയിൻ, ദാറ്റ് പർട്ടിക്കുലർ പ്ലെയിൻ ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ആസ് എ ലൈൻ. അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പം ഒരു ലൈൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലൈൻ വരച്ചിട്ട് ഈ ലൈനിൽ AB എന്ന് എഴുതിയാൽ അതിനർത്ഥം അതൊരു ലൈനാണ്. അതേസമയം ഇതേ ലൈനിന്റെ കൂട്ടത്തിൽ AB ഇതിന്റെ ബ്രാക്കറ്റിൽ C എന്നും ഇതിന്റെ ബ്രാക്കറ്റിൽ D എന്നും ഉണ്ടെങ്കിൽ ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇതൊരു റെക്ടാങ്കുലർ സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അല്ലെ, 4 കോർണറുകളുള്ള. എന്തുകൊണ്ട് 4 കോർണർ? ABCD എന്ന് പറഞ്ഞ 4 names are associated with 4 corners. So ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു സർഫസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈനിന് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ സർഫസ് ഇൻക്ലൈൻഡ് ആവുന്നു എന്നുള്ളതാണ് മീനിങ്, റൈറ്റ്? അതേസമയം നമ്മൾ വേറെ പ്രിസംസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു, ഇപ്പം ABC എന്നേ ഉള്ളെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ സർഫസ് വിത്ത് ദ കോർണേഴ്സ് AB and C, ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും, അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒരു ലൈനായി ഒബ്റ്റെയിൻ ചെയ്യണം എങ്കിലേ നമുക്ക് മോഡിഫിക്കേഷൻ നടക്കുള്ളൂ. അതൊരു ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദി XY ലൈൻ, റൈറ്റ്? ആൻഡ് വി വിൽ draw a hexagon such a way that this one edge is kept perpendicular to the reference line, right? Now നമ്മൾ അതിന്റെ സെന്ററിലേക്ക് വരും. That is a big difference when compared with the prism. പ്രിസത്തിനകത്ത് ഇങ്ങനെയുള്ള ഒരു within the figure drawing ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? We have an apex M here, right? And we have all the corners. We will name it as A, B, C, D, E and finally F. And from all the corners, എല്ലാ കോർണറും നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കുന്നു, അല്ലേ? ബേസ് വരച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഹൈറ്റ്. ആ ഹൈറ്റ് എത്രയായിരിക്കും? ഒബ്വിയസ്ലി അത് 60 mm ആയിരിക്കും. സോ നമ്മൾ അപ്പക്സ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ അപ്പക്സ് M'. ആ അപ്പക്സിലേക്ക് എല്ലാ കോർണറിൽ നിന്നും ജോയിൻ ചെയ്തു. ഇവിടെ നോക്കുക, ഇതിനകത്ത് എഡ്ജുകളൊന്നുമില്ല. എന്തുകൊണ്ടില്ല? ബിക്കോസ് നമുക്ക് വേറെ പ്രൊജക്ഷൻ ലൈൻസ് ഒന്നുമില്ല, റൈറ്റ്? ഇനി എന്താണ് നെയിമിങ്? ഇവിടെ നമ്മൾ നോക്കുന്നു, റൈറ്റ്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത്ര ഏരിയ വിസിബിൾ ആണ്, റൈറ്റ്? ദാറ്റ് മീൻസ് ഈ പോയിന്റിന്റെ പേര് A' ആയിരിക്കും, റൈറ്റ്? ഇവിടെ ഒരു എഡ്ജും കൂടെ വരും, റൈറ്റ്? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് BM കാണാം, റൈറ്റ്? നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഷോ യു എ ഹെക്സഗണൽ പ്രിസം പിരമിഡ്. So this is a hexagonal pyramid you have, right? Now it is placed like this. So when you look from the front side, you can see this particular edge, and that is called as the BM. So നമ്മൾ എന്ത് വെച്ചു? അതും വരച്ചു. സോ ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് B' ആണ്, ഇത് C' ആണ്. Now you look here, exactly behind the point C we have D. അതുകൊണ്ട് ഇത് D'. B യുടെ നേരെ പുറകിൽ E ഉണ്ട്, E'. A യുടെ നേരെ പുറകിൽ F ഉണ്ട്, അതുകൊണ്ട് F', റൈറ്റ്? ഇനി ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യും.
മനസ്സിലാക്കുക എന്താണ്. യു ജസ്റ്റ് കമ്പയർ ദിസ് ക്വസ്റ്റ്യൻ വിത്ത് ദ പ്രീവിയസ് വൺ. പ്രീവിയസ് ക്വസ്റ്റ്യനിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണ്ട, ഇത് തന്നെ എടുത്തു. നമുക്ക് ഇതിനകത്ത് 2 മോഡിഫിക്കേഷൻസ് പറയാം. ഞാൻ ഇപ്പം ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഫ്രണ്ട് വ്യൂ ആണ്, നിങ്ങൾ കാണാം, ഈ എഡ്ജ് കാണാം, ഇത് കാണാം, ഇത് കാണാം. റൈറ്റ്, നൗ യു ലുക്ക്, യു ജസ്റ്റ് ഒബ്സർവ് ദ നോമൻക്ലേച്ചേഴ്സ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ നോക്കുക. എന്താണ് ഈ ലൈനിന്റെ പേര്? ഈ ലൈനിന്റെ പേരെന്താണ്? FAM, 3 അക്ഷരങ്ങൾ. റൈറ്റ്, 3 letters means it indicates a surface that represents the corners A, F and M. അതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും, 3 ലെറ്റർ ഉള്ളത്. സിമിലർ ഈസ് ദ കേസ് ഓഫ് ദിസ് ലൈൻ. എന്താണ്? CDM, that also represents a triangular face. ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ പ്ലേസ് ചെയ്തതിനകത്ത് ഈ ട്രയാങ്കുലർ ഫേസും this 2 triangular faces, that's what we are talking about. അല്ലേ, ഇത് ട്രയാങ്കുലർ ഫേസുകളാണ്, they are not the edges. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ ആണ്. So instead of going on drawing all these things, we should understand the meaning of each and every line that is being drawn. Right? അങ്ങനെയാണ് നിങ്ങൾ താഴത്തെ ഈ ലൈൻ നോക്കി, ആ ലൈനിന്റെ നെയിം എന്താണ്? A dash, B dash, C dash, D dash, E dash, F dash. ആ ഒറ്റ ലൈനിൽ ഈ പറയുന്ന 6 ലെറ്റർ ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് that particular line represents the base. ബേസിലെ 6 കോർണറും ഒറ്റ ലൈനായി കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിന് ഞാൻ മോഡിഫിക്കേഷൻ, അല്ല ആ ലൈനിനെ ഞാൻ ചിരിച്ചു വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? എൻ്റെ ബേസ് മോഡിഫൈഡ് ആവുന്നു എന്നുള്ളതാണ്. റൈറ്റ്, ഈ ലൈനിനെ ഞാൻ ചിരിച്ചു വെച്ചാലോ, MCD എന്ന് പറയുന്ന ലൈനിനെ ട്രയാങ്കുലർ സർഫസ് മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. So same concept we are going to apply here. Right now we have the triangular face makes an angle of 60 degree. ഞാൻ ഈ ട്രയാങ്കുലർ ഫേസിനെയാണ് ചൂസ് ചെയ്യുന്നത്. You just see, കണ്ടോ, ഈ ആംഗിൾ ഞാൻ എത്ര കൊടുത്തു? I have given this angle as 60 degree. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ലൈൻ ആദ്യം CD dash M dash എന്ന് പറയുന്ന ലൈനിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. C1 dash D1 dash M1 dash. അതിനുശേഷം എന്ത് ചെയ്തു? ഞാൻ CA ലെങ്ത് എടുത്തു, ഒരാർക്ക് വരച്ചു. MA ഇവിടുന്ന് കോമ്പസ് മെഷർ ചെയ്യുന്നു, അടുത്ത ആർക്ക് വരയ്ക്കുന്നു, അതിവിടെ കട്ട് ചെയ്യുന്നു. ഈ പോയിന്റിനെ എന്ത് വിളിക്കുന്നു? A1 dash in the bracket F1 dash. കണ്ടോ, അങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ചുമ്മാ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രം CA you take the measurement using the compass, keeping center as C, cut an arc. Similar, you take the measurement from M to A to cut an arc. അതാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എക്സാക്ട്ലി ഇതേ പടം തന്നെയാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടിയിരുന്നത്, വിത്തൗട്ട് എനി ചേഞ്ച്. ഇനി എന്താണ്? പ്രൊജക്ഷൻ അല്ലേ. ഇപ്പൊ നെയിം, ഇവിടുത്തെ നെയിം എന്താണിത്? B dash E1 dash. റൈറ്റ്, now let's project. This point is going to be A1, this point is going to be B1, this point is going to be C1, this point is going to be D1, this point is going to be E1, and finally this point is going to be F1. Right, and ഈ പോയിന്റ് എന്തായിരുന്നു? നമ്മളുടെ M1 ആയിരുന്നു. അപ്പൊ നമ്മളിത് വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കി. ബൗണ്ടറി ആദ്യം കൺസ്ട്രക്ട് ചെയ്തു. Right, first we will construct A to B, B to M, M to E, E to F. ഇവിടെ നമ്മൾ M to D കൺസ്ട്രക്ട് ചെയ്തില്ല, ഔട്ടർ മോസ്റ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്നത്? A to B, B to C, C to D, D to E, E to F, F to A. All these are getting mapped towards M. So നമുക്ക് ഇങ്ങനെ ലൈൻസുകൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇനിയും അടുത്ത മോഡിഫിക്കേഷൻ എന്താണ്? ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? യു ജസ്റ്റ് ഫോളോ ദി പ്രൊസീജിയേഴ്സ്. വെളിയിൽ നോക്കുമ്പോൾ എന്താണ്? AFM ഒക്കെ വിസിബിൾ അല്ലേ? സോ AFM എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസ് വിസിബിൾ ആണ്. റൈറ്റ്, ഫ്രം ദ ടോപ്പ് ഇഫ് ഐ ലുക്ക്, ദിസ് പോയിന്റ് CD ഈസ് ഹിഡൻ. റൈറ്റ്, the corner C and corner D is hidden. So all the edges from the corner C and D ഏതൊക്കെയാ? CD, DE, DM, DC, DB. നോക്കിയതെല്ലാം ഹിഡൻ അല്ലെന്ന് നോക്കിയാണ്ടോ? DE, DM, DC, CB, CM ഇതെല്ലാം ഹിഡനായി. റൈറ്റ്, ഇനി അടുത്തത് ആർക്കാണ് മോഡിഫിക്കേഷൻ കൊടുക്കുന്നത്? ഇപ്പോൾ നോക്കി ഇങ്ങനെ ഞാൻ പ്ലേസ് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു തന്നെ ഇങ്ങനെ മോഡിഫൈ ചെയ്തു. സോ ഇവിടെ ഞാൻ നോക്കുമ്പം എനിക്ക് ഈ ട്രയാങ്കുലർ സർഫസ് കാണാം, ഇത് കാണാം, ഇത് കാണാം അല്ലേ. ഇവിടെ നോക്കുമ്പോൾ ടോപ്പിൽ നോക്കുമ്പം കാണത്തില്ലാത്ത ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ആ കോർണറിൽ നിന്നുള്ള എല്ലാ എഡ്ജുകളും എന്തായി ഹിഡനാക്കി വരയ്ക്കുകയും ചെയ്യും. റൈറ്റ്, ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഇത് വരച്ചു. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക,
ഇതേ ട്രയാങ്കുലർ സർഫസിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് റെഫറൻസ് ലൈനെ കൊണ്ടിടാം, ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ശരിയല്ലേ? നമുക്ക് ഈ ട്രയാങ്കുലർ സർഫസിനെ ഇംഗ്ലൈൻ ചെയ്യിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഫറൻസ് ലൈനിലോട്ട് മറിച്ചിടാം. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ സൊല്യൂഷന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത മോഡിഫൈ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മോഡിഫിക്കേഷൻ ഈസ് ഗിവൺ ടു ദി ടോപ്പ് വ്യൂ. അതാർക്കാണ്? റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ്. റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് നോക്കി. എക്സ് വൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? സി ഡി ആണ് അല്ലേ? രണ്ട് നെയിം ഉണ്ട് അവിടെ, രണ്ട് ആൽഫബറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് ദ എഡ്ജ് സി ഡി. സോ ഈ സി ഡി എന്ന് പറയുന്ന എഡ്ജാണ് അവിടെ മീറ്റ് ചെയ്യുന്നത് അല്ലേ? ആ സി ഡി എഡ്ജിനെ വേണം നമ്മൾ മോഡിഫൈ. സോ നമ്മൾ ആദ്യം എന്ത് വരച്ചു? നമ്മളിപ്പോൾ പറഞ്ഞ ഈ പറയുന്ന ഇൻക്ലിനേഷൻ എത്രയാണ്? 45 ഡിഗ്രി കൊടുത്തു അല്ലേ? ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ബീറ്റ വേണോ വേണ്ടോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മൾ നോക്കുക. ഇവിടെ C1 D1 എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും ട്രൂ ലെങ്ത് ആണ്. ശരിയല്ലേ? എന്താണോ CD അത് തന്നെയാണ് C1 D1. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ നോക്കിയ പെർപെൻഡിക്കുലർ ആയിട്ട് റെഫറൻസ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ട്രൂ ലെങ്ത് കിട്ടിയത് അല്ലേ? അപ്പം യു ജസ്റ്റ് തിങ്ക് ഇൻ ദിസ് മാനർ. ഇഫ് an edge is resting on HP, definitely in the top view it has to give the true length അല്ലേ? HP യിൽ ഒരു എഡ്ജ് റെസ്റ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂവിൽ എങ്ങനെ ഓറിയന്റ് ചെയ്ത് കഴിഞ്ഞാലും ആ എഡ്ജിന് ട്രൂ ലെങ്തേ കിട്ടാൻ പാടുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പൊസിഷനിൽ വെച്ചാലാണ് എനിക്ക് ടോപ്പ് വ്യൂവിൽ ഇവിടെ ട്രൂ ലെങ്ത് കിട്ടുക? ഈ എഡ്ജിനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്തില്ല. നിങ്ങൾ നോക്കിയാൽ BC പെർപെൻഡിക്കുലർ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? BCയുടെ ഇൻക്ലിനേഷൻ ലെങ്ത് കുറവാണ്. B1 C1 അപ്പറന്റ് ലെങ്ത് ആണ്. ഇവിടെ ട്രൂ ലെങ്ത് ഉള്ള രണ്ട് എഡ്ജേ ഉള്ളൂ. ദോസ് ആർ CD ആൻഡ് AF ജസ്റ്റ് ബിക്കോസ് ദേ ആർ കെപ്റ്റ് പാരലൽ ടു ദ റെഫറൻസ് ലൈൻ. അതൊരു ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ആണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനെ പറ്റി പറഞ്ഞതിന്റെ സിഗ്നിഫിക്കൻസ് ഇവിടെയാണ് വരുന്നത്. ആ ട്രൂ ലെങ്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ട്രൂ ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഓൺലി വേ ഇൻ വിച്ച് വി ക്യാൻ കീപ് ദ സോൾട്ട്. സോ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മൾ ഇൻക്ലിനേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് മോഡിഫിക്കേഷന് ശേഷം ട്രൂ ലെങ്ത് കിട്ടൂ. ചില ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്നുള്ള ഒരു ഒബ്സർവേഷൻ എന്താണ്, പാരലൽ എന്നൊക്കെ പറഞ്ഞ് ഇതേ കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ്. വെൻ ഇൻസ്റ്റെഡ് ഓഫ് ഓൺ HP എന്നതിന് പകരം എന്താണ്, പാരലൽ ടു HP എന്നുള്ള കണ്ടീഷനും കൂടെ വരുവാണെങ്കിൽ, പാരലൽ ടു HP എന്ന് പറഞ്ഞാൽ മീനിങ് സെയിം തന്നെയാണ്. വാട്ട് ഈസ് ദ മീനിങ്? ട്രൂ ലെങ്ത് കിട്ടുന്നു എന്നുള്ളതാണ് മീനിങ്. പാരലൽ ടു HP പറയുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, പെട്ടെന്ന് റെഫറൻസ് ലൈനിന് പാരലായിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇത് തെറ്റാണ്. കാരണം ഇങ്ങനെ പ്ലച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മോഡിഫിക്കേഷൻ ശേഷം ഒരു എഡ്ജ് പോലും ട്രൂ ലെങ്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ നമ്മൾ ഓരോ ക്വസ്റ്റനിൽ നിന്നും ഉണ്ടാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. സോ ഓൾ ദ പോയിന്റ്സ് ദാറ്റ് ഐ ഹാവ് ഡിസ്കസ്ഡ് റൈറ്റ് നൗ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടിംഗ് പൊസിഷനെ പറ്റിയുള്ള ഡേറ്റ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് സീ. ഈ പറയുന്ന C1 D1 നമുക്ക് ഇവിടെ കൊണ്ടുവെക്കണം. നമ്മൾ എന്ത് വരച്ചു? അത് വരച്ചു. സോ ലെറ്റ്സ് നെയിം ഇറ്റ് അഗെയിൻ. I will name it as C2. This is going to be D2. E2. This is going to be F2. A2 and B2. This is going to be M2. Right? Now we are going to plot it. From a vertical line and horizontal line we have A2 dash. From C2 we have vertical line and a horizontal line. This is going to be C2 dash. From D2 we have a vertical line and a horizontal line. This is going to be D2 dash. And from E we have a vertical and a horizontal line. And this point is going to be E2 dash. Now from F we have a vertical horizontal line. This point is going to be F2 dash. Now from M we have another 2 points. So this is going to be M2 dash. നിങ്ങൾ നോക്കി ഇത് വരച്ച എങ്ങനെയാന്ന്, ബൗണ്ടറി വരച്ചു, ഇതേ റൂൾ അപ്ലൈ ചെയ്തു. ലെറ്റ്സ് അപ്ലൈ ദിസ് റൂൾ ഹിയർ. ഓക്കെ, ആദ്യം A dash ഇത് വരച്ചു, ബൗണ്ടറി. ഓക്കെ, സോറി, ദിസ് ഇസ് B2 ഡാഷ്. ഓക്കെ, ആദ്യം AB വരച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ BC വരച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ CD വരച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ DM ഇത് വരച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. നൗ M2A അത് കംപ്ലീറ്റ് ചെയ്തു, അതും കംപ്ലീറ്റ്. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് BM കാണാം. റൈറ്റ്, BM കാണാം. സോ BM ഞാൻ എന്ത് ചെയ്തു, വരച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുക എന്താണ്,
സി എന്ന് പറയുന്ന കോർണറിൽ നിന്ന് ഈ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും പോകുന്ന ഈ എഡ്ജ് കണ്ടോ, വിസിബിൾ ലൈനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് സി എന്ന് പറയുന്നത് ഹിഡൻ കോർണർ ആണ്. സി എന്ന് പോകുന്ന 3 എഡ്ജുകൾ ഹിഡൻ ആയിരിക്കും. സോ സി അല്ല, സോറി, നോട്ട് സി, ഇ എന്ന് പറയുന്ന ഒന്നാണ്. ഒന്ന് ഇ എം ഹിഡൻ ആയി, ഇ ഡി ഹിഡൻ ആയി, ഇ ഡി ഹിഡൻ ആയി, അതുപോലെ തന്നെ എന്താണ് ഇ എഫും ഹിഡൻ ആയി. റൈറ്റ്, ഇ എഫ് ഓൾസോ ഹിഡൻ ആയി. ഇനി അടുത്ത എന്താണ്, അതുപോലെ എഫ് ഒരു ഹിഡൻ കോർണർ ആണ്. ഓക്കെ, അപ്പൊ എഫിൽ നിന്ന് പോകുന്ന 3 എഡ്ജുകൾ എന്താണ്, എഫ് എം, എഫ് എ, അതെല്ലാം ഹിഡൻ ആയി. സോ അങ്ങനെ നമ്മൾ നോക്കിയാൽ, ഇപ്പം ഇവിടെ നോക്കിയാൽ എല്ലാ എഡ്ജുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്കെച്ച് ദാറ്റ് വി ഹാവ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വിസിബിളും ഹിഡൻ എഡ്ജുകളും കണ്ടുപിടിക്കുകയും വരയ്ക്കുകയും ചെയ്യുന്നത്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെ പെർപെൻഡിക്കുലാരിറ്റിയിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻസ്. ഓക്കെ, ഇനി നിങ്ങളോട് നാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അല്ലെങ്കിൽ ടുമോറോ ഇഫ് സംബഡി ആസ്ക്സ് എ ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്: എ ഹെക്സഗണൽ pyramid 30 into 60 is resting on its triangular face on HP എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ഇൻഫർ ചെയ്യാൻ പറ്റണം എന്ത്, ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ട്രയാങ്കുലർ ഫേസ് ഒരു ലൈനായിട്ട് കിട്ടുമെന്നും, ആൻഡ് ആഫ്റ്റർ ദാറ്റ് if I want to rest this triangular face on HP, I have to keep this particular line on the reference line. Okay, അതായത് എനിക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താലേ ട്രയാങ്കുലർ ഫേസ് ഇങ്ങനെ ലൈനായിട്ട് കിട്ടുമെന്നും, ഈ ട്രയാങ്കുലർ ഫേസിനെ HP-യിൽ റെസ്റ്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ ലൈനിനെ എടുത്ത് റെഫറൻസ് ലൈനെ വരച്ചതിന് ശേഷം ഞാൻ ആ പടം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അർത്ഥം എന്താണത്, ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ളതാണ്. റൈറ്റ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. അത് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു സോൾവ് സോ മെനി ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഇഫ് യു വോണ്ട് ടു മേക്ക് സംതിങ് റെസ്റ്റ് ഓൺ HP, ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് ടു ബി ഡ്രോൺ ഓൺ ദി റെഫറൻസ് ലൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ മോഡിഫിക്കേഷൻ കൊടുത്തു, ഇവിടെ ഈ കൊടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മോഡിഫിക്കേഷൻ ഗിവൺ ടു ദി ട്രയാങ്കുലർ ഫേസ്. ഇനി നമുക്ക് ഇവിടെ ആക്സിസ് മോഡിഫിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിസ് മോഡിഫിക്കേഷൻ. ഇങ്ങനെ ഇൻക്ലിനേഷൻ കൊടുത്തതിന് ശേഷം ഈ ലൈനെ കൊണ്ട് ആക്സിസ് വെച്ചിട്ട് ബാക്കി വരയ്ക്കുന്നതാണ് ആക്സിസ് മോഡിഫിക്കേഷൻ. അല്ലെങ്കിൽ 90 മൈനസ് ആക്സിസ് മോഡിഫിക്കേഷൻ ബേസ് മോഡിഫിക്കേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി ഈ ഇൻക്ലിനേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ എന്താണത്, ഇത് ബേസ് മോഡിഫിക്കേഷൻ ആണ്. റൈറ്റ്, അപ്പോൾ ഇത്രയും പോസിബിൾ മോഡിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് മോഡിഫിക്കേഷൻ ഒരു പ്രിസത്തിന് അല്ലെ പിരമിഡിന് കൊടുക്കാൻ പറ്റും. അപ്പം ട്രയാങ്കുലർ ഫേസ് മോഡിഫിക്കേഷൻ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ആഫ്റ്റർ സോൾവിങ് 2-3 questions I will conclude what are the possible modifications that we can offer for a solid. പിരമിഡിനും പ്രിസത്തിനും ഒക്കെ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ I will try to make a video for that. So I think this is sufficient for you to learn or understand different problems that comes under the projection of solids. ഇനി ഞാൻ I will try to solve a question where which don't have any kind of clue regarding the starting position. സ്റ്റാർട്ടിംഗ് പൊസിഷനെ പറ്റി ഒന്നും പറയാത്ത ഒരു ക്വസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ till then we will meet again. Till then, bye.